എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അവസാന ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ് ജൂൺ മാസം 17 ജൂൺ മാസം 17 വരെ വിദ്യാർത്ഥിനികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. ഞാൻ വായിക്കാം. 4 വർഷ ബിരുദം പ്രവേശനം FIUGP 2025-26. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് കോളേജുകളിലെ ഗവൺമെൻറ് എയ്ഡഡ്, ഗവൺമെൻറ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സെൽഫ് ഫിനാൻസിങ്, അൺഎയ്ഡഡ് 2025-26 അധ്യയന വർഷത്തെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള ഏകജാലകം സംവിധാനം വഴിയുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രസ്തുത പ്രോഗ്രാം പൂർത്തിയാക്കാൻ 3 ഓപ്ഷനുകളാണ് ഉള്ളത്. 3 വർഷ ബിരുദം UG ഡിഗ്രി പ്രവേശനം നേടി 3-ാം വർഷം പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൻ്റെ മേജർ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 3 വർഷം കൊണ്ട് ഡിഗ്രി നേടാം. നിങ്ങൾക്ക് 3 വർഷം പോകണോ 4 വർഷം പോകണമെന്നുള്ളത് ഓരോ വിദ്യാർത്ഥിനിയുടെയും താല്പര്യം പോലെയാണ്. അപ്പം ഇനിയിപ്പം നമുക്ക് 1-ാം സെമസ്റ്ററിൽ പഠിച്ച കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ ജനറൽ റിസർവേഷൻ, കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ്, സ്പോർട്സ് കോട്ട ഉൾപ്പെടെയുള്ള ഏകജാലക സംവിധാനം വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ഏകജാലക പ്രവേശന സംവിധാനം വഴി അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതായത് നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. OCI കാർഡ് ഉള്ളവരും വിദേശ വിദ്യാർത്ഥികളും ഈ ഏകജാലക സംവിധാനം വരെയുള്ള പ്രവേശനത്തിന് അപേക്ഷിക്കാൻ പാടുള്ളൂ. OCI കാർഡുള്ളവരും വിദേശ വിദ്യാർത്ഥികളും ഇതിനായി അപേക്ഷിക്കാൻ അർഹതയില്ല. ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ത് ചെയ്തിരിക്കുകയാണ്? 31 മെയ് 2025 ഇന്ന് മുതൽ വൈകുന്നേരം 5 മണി മുതൽ വൈകുന്നേരം 5 മണി മുതൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ ആയിട്ടുണ്ട് കേട്ടോ. 5 മണി മുതലേ കാത്തിരിക്കേണ്ട. 31/5/2025 ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്തു? രജിസ്ട്രേഷൻ ആരംഭിച്ചു. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം. 5 മണി അതിനകത്ത് കാണിക്കുന്നത്. 5 മണിയൊന്നും ആവണ്ട, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ മക്കളെ. നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ രജിസ്ട്രേഷൻ ചെയ്യാം. വിൻഡോസ് ഒക്കെ വന്നു കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് ജൂൺ 17-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. ജൂൺ 17-ാം തീയതി വൈകുന്നേരം 5 മണി വരെ അപേക്ഷിക്കാം. ജൂൺ 17-ാം തീയതി വൈകുന്നേരം 5 മണി വരെ അപേക്ഷിക്കാം എന്നാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ അവസാന തീയതി വരെ അപേക്ഷയിലെ തെറ്റുകൾ ഫീ ഇല്ലാതെ തന്നെ തിരുത്താവുന്നതാണ്. അത് നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ ജൂൺ 17-ാം തീയതി അഡ്മിഷൻ അവസാനിക്കുന്നവരെ എന്ത് ചെയ്യാം? യാതൊരു പൈസയും അടയ്ക്കാതെ അഡ്മിഷൻ്റെ അവസാന ദിവസം വരെ നിങ്ങൾക്ക് തിരുത്തലുകൾ വരുത്താം. യാതൊരു ഫീസും അടയ്ക്കണ്ട. അത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ അപേക്ഷ തെറ്റ് വന്നു, എന്നാൽ ജൂൺ 17 ആയിട്ടില്ല, ജൂൺ 17 വരെ അപേക്ഷിക്കാം. അന്നേരം ജൂൺ 17 വരെ എന്ത് ചെയ്യാം? എഡിറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണ്ട? ഫീസ് നൽകേണ്ടതില്ല. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. അതിനുശേഷമുള്ള തിരുത്തലുകൾക്ക് ഫീ ഈടാക്കുന്നതാണ്. അതായത് അഡ്മിഷൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള തിരുത്തലുകൾക്ക് ഫീ ഈടാക്കും. രജിസ്ട്രേഷൻ സംബന്ധമായ വിവരങ്ങൾ admission.kannuruniversity.ac.in ലഭ്യമാണ്. admission.kannuruniversity.ac.in വെബ്സൈറ്റ് ലഭ്യമാണ്. കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ്, സ്പോർട്സ് കോട്ടകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും ആവശ്യമായ രേഖകളും സഹിതം പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജിൽ പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണം. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് കോട്ടകളിൽ നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും അനുബന്ധ രേഖകളും സഹിതം ഏത് കോളേജിലാണോ പ്രവേശനം ആഗ്രഹിക്കുന്ന ആ കോളേജിൽ പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണം. സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ഫീസ് നിരക്ക് സർക്കാർ എയ്ഡഡ് കോളേജുകളെ അപേക്ഷിച്ച് കൂടുതലാണ്. അത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ഫീസ് സർക്കാർ എയ്ഡഡ് കോളേജുകളെ അപേക്ഷിച്ച് കൂടുതലാണ്. പരമാവധി 20 ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പരമാവധി എന്ത് ചെയ്യാം? 20 ഓപ്ഷൻസ് വരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. പരമാവധി 20 ഓപ്ഷൻ വരെ
നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഓർത്തിരിക്കുക. കോളേജുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, ദൂരം, ഹോസ്റ്റൽ സൗകര്യം മുതലായവ അതാത് കോളേജുകളുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അത് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് കോളേജുകളുടെ ദൂരം, ഹോസ്റ്റൽ സൗകര്യം എന്നിങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കോളേജുകളുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അത് പരിശോധിച്ച ശേഷം മാത്രം കോളേജുകൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. അത് ഈ ദൂരം, ഹോസ്റ്റൽ സൗകര്യം ഒക്കെ പരിശോധിച്ച ശേഷം മാത്രമേ കോളേജുകൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. ഓരോ കോളേജിൻ്റെ ദൂരവും അതിൻ്റെ ഹോസ്റ്റൽ സൗകര്യം മറ്റു കാര്യങ്ങളെല്ലാം കോളേജ് വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. ഓപ്ഷൻ കൊടുത്ത കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായും പ്രവേശനം നേടണം. നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുത്തു, നിങ്ങളൊരു 20 ഓപ്ഷൻ വരെ കൊടുക്കാം. നിങ്ങൾ ഓപ്ഷൻ കൊടുത്തു, നിങ്ങൾ എത്രയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, 20 എണ്ണം പരമാവധി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കൊടുത്ത കോളേജിൽ പ്രവേശനം ലഭിക്കുകയാണെങ്കിൽ അത് ഗവൺമെൻറ് ആയാലും എയ്ഡഡ് ആയാലും സെൽഫ് ഫിനാൻസ് ആയാലും നിങ്ങൾക്ക് നിർബന്ധമായും പ്രവേശനം നേടേണ്ടതാണ്. അല്ലാത്ത പക്ഷം തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതല്ല. നിങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ നിങ്ങൾ പ്രവേശനം നേടാത്ത പക്ഷം തുടർന്ന് വരുന്ന യാതൊരു അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങളിലും നിങ്ങളെ പരിഗണിക്കില്ല, നിങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ. പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകളും കോഴ്സുകളും മാത്രം മുൻഗണനാ ക്രമത്തിൽ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകളിലും പ്രവേശനം ആഗ്രഹിക്കുന്ന കോഴ്സുകളിലും മാത്രമാണ് കൊടുക്കേണ്ടത്. അല്ലാത്ത പക്ഷം അഡ്മിഷൻ ലഭിച്ചിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് നഷ്ടമാവും. നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രവേശനം നേടിയില്ലെങ്കിൽ കിട്ടിയ സീറ്റ് നഷ്ടമാകുമെന്ന് മാത്രമല്ല തുടർന്നുള്ള യാതൊരു അലോട്ട്മെൻറ്റുകളിലും പരിഗണിക്കുന്നില്ല. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കോളേജിലേക്കോ യൂണിവേഴ്സിറ്റിയിലേക്കോ അയക്കേണ്ടതില്ല. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ്, അപേക്ഷ കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മൾ അപേക്ഷിച്ച കോളേജുകളിലേക്കോ യൂണിവേഴ്സിറ്റിയിലേക്കോ അയക്കേണ്ടതുണ്ടോ? ഇല്ല. നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും മറ്റ് രേഖകളൊന്നും കോളേജിലേക്കോ യൂണിവേഴ്സിറ്റിയിലേക്കോ അയക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് നിങ്ങളുടെ കൈവശം തന്നെ വേണം. അത് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കോളേജിലേക്കോ യൂണിവേഴ്സിറ്റിയിലേക്കോ അയക്കേണ്ടതില്ല. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും ഫീസ് അടച്ച റെസീറ്റും പ്രവേശന സമയത്ത് അതാത് കോളേജിൽ ഹാജരാക്കണം. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും ഫീസ് അടച്ച റെസീറ്റുകളും എന്ത് ചെയ്യണം? അഡ്മിഷൻ സമയത്ത് നിങ്ങൾ കോളേജിൽ ഹാജരാക്കിയാൽ മതി. ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസ് ജനറൽ വിഭാഗത്തിന് 600 രൂപ, ജനറൽ മറ്റ് സംവരണ വിഭാഗങ്ങൾക്ക് 600 രൂപയും, SC ST PWBD വിഭാഗങ്ങൾക്ക് 300 രൂപയുമാണ്. SC ST PWBD വിഭാഗങ്ങൾക്ക് 300 രൂപയുമാണ് ഫീസ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടെ കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. മാക്സിമം മറുപടി തരാൻ ശ്രമിക്കാം. കൂടുതൽ വിദ്യാർത്ഥികൾ ഒരു കമൻറ്റ് തന്നെ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ തന്നെ ആഡ് ചെയ്യും. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ എന്താണ് ആരംഭിക്കാതെ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥിയോട് ഡിഗ്രി അഡ്മിഷൻ ആരംഭിച്ചു. ഇന്ന് വൈകുന്നേരം 5 മണിക്കൊക്കെ ആരംഭിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ ഇത് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള വിൻഡോ വന്നു. 5 മണി വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മുതൽ വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കർ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.